ഞാൻ കേട്ടല്ലോ ഇച്ചിരി മിമിക്രി ഒക്കെ ചെയ്യുന്നോ? എന്തൊക്കെ മിമിക്രിയാ കാണിക്കുന്നേ? സുരേഷ് ഗോപിയുടെ കാണിക്കും. സുരേഷ് ഗോപി. ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണില്ല. ഈ കുട്ടി സുരേഷ് ഗോപിക്ക് എന്താവാൻ ആഗ്രഹം? സയന്റിസ്റ്റ്. എന്ത് ചെയ്താ സയന്റിസ്റ്റ് ആവും നമ്മള്? ലാബിലൊക്കെ പോയി ഇങ്ങനെ കാപ്പിയൊക്കെ ആരംഭിക്കൂലേ, അതുപോലത്തെ കെമിക്കൽ ഇങ്ങനെ ഒഴിച്ച് അതുപോലത്തെ ചെയ്യുമ്പോ ഇങ്ങനെ പുകയൊക്കെ വരും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ സയന്റിസ്റ്റ് ആവുന്നത്. അപ്പൊ കൊറേ നാള് കഴിഞ്ഞിട്ട് ലാബിൽ പോയിട്ട് കുറെ സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് ഒഴിക്കുമ്പോ നല്ല പുകയും കായും ഒക്കെ വരും. അന്നേരം നമ്മൾ സയന്റിസ്റ്റ് ആയി. അപ്പൊ ഈ ലാബ് ടെക്നീഷ്യന്മാരെ എന്ത് പറയുന്ന ഞാൻ ആലോചിക്കണേ. അവർ ലാബ് ഉണ്ടാക്കും. ലാബ് ടെക്നീഷ്യന്മാര് ലാബ് ഉണ്ടാക്കും, സയന്റിസ്റ്റുമാര് അതിന്റെ അകത്ത് കയറിയിട്ട് വെറുതെ പുക വരുത്തും, എന്നിട്ട് സയന്റിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. പിന്നെ ഈ വണ്ടിയൊക്കെ എങ്ങനെ ഓടുന്നേ? വണ്ടി പെട്രോൾ ഒഴിക്കുമ്പോ ഓടും. പെട്രോൾ എവിടെ നിന്ന് കിട്ടുന്നത്? പെട്രോൾ പമ്പിൽ നിന്ന്. ഈ പമ്പിൽ എവിടെ നിന്നാണ് പെട്രോൾ വരുന്നത്? ലോറിയിൽ കൊണ്ടുവരും. ഈ ലോറിയിൽ എവിടെ നിന്നാണ് പെട്രോൾ വരുന്നത്? ഇന്ത്യൻ ഗ്യാസിൽ നിന്ന്. ഇന്ത്യയിൽ മൊത്തം ഗ്യാസ് ആണല്ലോ. ഇന്ത്യൻ ഗ്യാസിൽ നിന്ന് നേരെ ലോറിയിൽ വരും. ലോറി നേരെ കൊണ്ടുവന്ന് പമ്പുകാർക്ക് തട്ടിക്കൊടുക്കും. പമ്പുകാര് അവിടെ നിന്ന് നമ്മുടെ വണ്ടിയിലേക്ക് തട്ടിത്തരും. ഈ ട്രാഫിക് പോലീസിനെ കണ്ടിട്ടില്ലേ? അവരെന്തിനാ വിസിലടിക്കുന്നേ? വിസിലടിക്കാറുണ്ടോ? വിസിൽ ഇല്ലാതെ കയ്യിലില്ലാതെ ഒന്ന് അടിക്കാൻ പറ്റുമോ? സയന്റിസ്റ്റ് ആവേണ്ട ആളാണ് ഇവിടെ ഇരുന്ന് വിസിലടിച്ച് കളിക്കുന്നത്. സൈറ്റ് അടിക്കാൻ അറിയോ? അങ്ങനെ പറയല്ലേ. ഈ സൈറ്റ് എന്ന് വെച്ചാ എന്താ? നമുക്കറിയത്തേ ഇല്ല. പെൺകുട്ടികളെ നോക്കാറൊന്നുമില്ല. എനിക്കൊന്നും അങ്ങനെ പെൺകുട്ടികളെ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ തലയിൽ വെച്ചിരിക്കുന്ന കണ്ണാടി വെച്ച് മാത്രം ഞാൻ പെൺകുട്ടികളെ നോക്കും. അല്ല. എത്ര വയസ്സായി? 8 വയസ്സ്. എത്ര വയസ്സിലാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്? അതെനിക്കറിയില്ല. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര വയസ്സ് നമുക്ക് കല്യാണം കഴിക്കണം? ജ്യോതിഷിന്റെ അടുത്ത് പോയിട്ട് നോക്കും. ഏതാ അയൽപക്കത്തുള്ള ജ്യോതിഷ? അല്ല. പിന്നെ ഇങ്ങനെ എന്തോ സാധനത്തത് ഇങ്ങനെ ചെയ്യൂലേ, എന്നിട്ട് അത് നോക്കി അറിയും എത്രാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കണമെന്ന്. നമ്മൾ തീരുമാനിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, എല്ലാം ജ്യോതിഷ് തീരുമാനിക്കണം. ഏത് പെണ്ണിനെ കെട്ടണമെന്ന് പറയോ ജ്യോതിഷ്? ജ്യോതിഷ് അങ്ങനെയൊന്നും പറയൂല, അച്ഛനമ്മയും തീരുമാനിക്കും. ഇപ്പോഴേ അങ്ങ് തീരുമാനിച്ചു, വീട്ടിൽ ആലോചിച്ചേ കെട്ടത്തുള്ളൂ. എന്തിനാ നമ്മൾ ഈ കല്യാണം കഴിക്കുന്നത്? അത് പെണ്ണുങ്ങൾക്ക് കുഞ്ഞുണ്ടാവാൻ വേണ്ടി. പോട്ടെ.